സ്നേഹം ദൈവഭാവം കുടുംബം ദൈവദാനം അതിലെന്നും നമ്മൾ വളരാൻ ഉള്ളിൽ നിറയണം സ്നേഹക്കൂടാരം 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 സ്നേഹക്കൂടാരം. റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കല്ലേലി ബെൽജിയം ലുവീൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുടുംബ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി 11 വർഷക്കാലം എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബ പ്രേക്ഷിത കേന്ദ്ര ഡയറക്ടർ എന്ന നിലയിൽ വ്യത്യസ്ത കുടുംബ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുകയും റീലൈറ്റ് യൂട്യൂബ് ചാനലിലൂടെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ട പരിശീലനം നൽകുകയും ചെയ്ത അച്ഛൻ ഇപ്പോൾ മംഗലപ്പുഴ സെമിനാരി അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് കൂടുതൽ വ്യക്തമാക്കുന്ന സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദമ്പതിമാരോടൊപ്പം സ്വാഗതം ചെയ്യാം ഫാദർ അഗസ്റ്റിൻ കല്ലേലി. സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഓരോ വിധത്തിലുള്ള ആചാരങ്ങളുണ്ട്. ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വ്യക്തികളെ ആദരിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഓർമ്മിക്കാനായിരിക്കാം, ചില പ്രവർത്തികൾ നമ്മൾ ചെയ്യാറുണ്ട്, ചില ഓർമ്മപ്പെടുത്തലുകൾ അത് നമുക്ക് സമ്മാനിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇങ്ങനെ സ്തുതി കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ഇതുപോലുള്ള ആചാരങ്ങൾ എപ്രകാരം കുടുംബ ബന്ധങ്ങളെ വളർത്തുന്ന വിധത്തിൽ വികസിപ്പിക്കാം എന്നതാണ് ഇന്നത്തെ സ്നേഹക്കൂടാര എപ്പിസോഡ് ചർച്ചയ്ക്കെടുക്കുന്നത്. ഈ എപ്പിസോഡിൽ പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ദമ്പതികളെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. യെസ്, എൻ്റെ പേര് റോബി. റോബി, എവിടെ നിന്ന് വരുന്നു? അങ്കമാലിയിൽ നിന്നും വരുന്നു. അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഓക്കെ, എത്ര വർഷമായി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്? ഞങ്ങൾ 20 വർഷം. ഓക്കെ, ഭാര്യയുടെ പേര്? എൻ്റെ പേര് ഷെറിൻ. ഷെറിൻ. ഓക്കെ, ഷെറിൻ, മക്കള്? 2 മക്കള്. 2 മക്കളുണ്ട്. റോബിനും ഷെറിനും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പേര് ബിനീഷ്. ബിനീഷ്, കോഴിക്കോട് നിന്ന് വരുന്നു. കോഴിക്കോട് നിന്ന് വരുന്നു. ഓക്കെ, എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്? 15 വർഷം. ഓക്കെ, യെസ്, ഭാര്യയുടെ പേര്? എൻ്റെ പേര് ഷാലറ്റ്. ഷാലറ്റ്. ഓക്കെ, മക്കള്? 3 പേര്. 3 പേര്. അപ്പൊ അങ്ങനെ 5 പേരടങ്ങുന്ന കുടുംബം. അതെ അതെ. മാതാപിതാക്കൾ വീട്ടിലുണ്ടോ? ഇല്ല ഇല്ല. ഇല്ല, നിങ്ങൾ 5 പേരടങ്ങുന്ന കുടുംബം. ഈ ഷോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. യെസ്, നിങ്ങളുടെ പേര്? എൻ്റെ പേര് ലിജോ ജെയിംസ്. ലിജോ ജെയിംസ്. എവിടെ നിന്ന് വരുന്നു? അങ്കമാലി തുറവൂരിൽ നിന്ന് വരുന്നു. തുറവൂര്. ഓക്കെ, ഭാര്യയുടെ പേര്? എൻ്റെ പേര് ഗ്രേഷ്മ. ഗ്രേഷ്മ. ലിജോ ഗ്രേഷ്മ കൂട്ടുകെട്ട് എത്ര വർഷമായി? 14 വർഷം. 14 വർഷമായി. ഓക്കെ, എത്ര മക്കൾ? ഞങ്ങൾക്ക് 4 മക്കള്. 4 മക്കളുണ്ട്. പ്രത്യേക സ്വാഗതം. യെസ്, നിങ്ങൾ? എൻ്റെ പേര് ജോജിഷ് ജോസഫ്. ജോജിഷ്. കളമശ്ശേരി സെന്റ് ജോസഫ്സ് ഇടവകയാണ്. കളമശ്ശേരി. ഓക്കെ, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് 17 വർഷം. 17 വർഷം. സന്തോഷമായിട്ട് പോകുന്നല്ലേ? സന്തോഷമായിട്ട് പോകുന്നു. ഓക്കെ, ഭാര്യയുടെ പേര്? എൻ്റെ പേര് റീനു. ഓക്കെ, മക്കള്? മക്കള് 3 പേര്. 3 പേര്. നല്ല സന്തോഷമായിട്ട് 3, 2, 5 പേര് ഒരുമിച്ച് ജീവിക്കാണ്. അമ്മയും കൂടി ഉണ്ട്. അമ്മയും കൂടെ ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു നല്ലൊരു വ്യത്യസ്തമായ അനുഭവമാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഷോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ കുടുംബങ്ങളിലുള്ള ആചാരങ്ങൾ എപ്രകാരം ബന്ധങ്ങളെ വളർത്തുന്ന വിധത്തിൽ വികസിപ്പിക്കാം എന്നതാണ് നമ്മുടെ ചർച്ച. നമുക്ക് ആരംഭിക്കാം. എവിടെ നിന്ന് തുടങ്ങുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ലിജോയിൽ നിന്ന് തന്നെ തുടങ്ങാം. ലിജോ ഗ്രേഷ്മ ദമ്പതികൾ, നിങ്ങളുടെ വീട്ടിൽ ഒരു യുണീക്കായിട്ടുള്ള, അതായത് മറ്റു പല സ്ഥലങ്ങളിലും ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം, എന്നാലും നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ട് കണക്കാക്കുന്ന, നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആചാരം എന്തായിരിക്കും വീട്ടിലെ? വീട്ടിലെ ആചാരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ പറയുക, ഈ പ്രാർത്ഥന എത്തിക്കുന്ന സമയം, കൊന്തല്ലുന്ന സമയമുണ്ടല്ലോ. അപ്പോൾ ഈ രഹസ്യങ്ങൾ ഓരോന്ന് ചെല്ലുമ്പോൾ ഓരോരുത്തർ ഇടയ്ക്ക് കയറി ചെല്ലും, അടുത്ത ആളെ ചെല്ലും, ഞാൻ അവിടെ ആദ്യം ചെല്ലാം അത് ചെല്ലാന്ന് പറയും. അത് ശരിയാ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് പറയും, ഏറ്റവും ഇളയവർ തൊട്ട് ആദ്യമേ തുടങ്ങുക, ഏറ്റവും മൂത്താൾ അവസാനം ചെയ്യുക. ശരി. അപ്പൊ ആ ഒരു തല്ലുപിടുത്തം പിള്ളേർ തമ്മിലുള്ള ഒഴിഞ്ഞു കിട്ടും. അങ്ങനെ ഒരു ഓർഡർ വെച്ചിട്ടുണ്ട്. അതുപോലെ ബൈബിൾ വായനയായാലും നമ്മള് ബൈബിൾ വായന മൂത്ത ആളോട്ട്. ഇപ്പൊ നിങ്ങളുടെ കുടുംബം ഒരു ദിവസം എടുക്കാന്ന് കരുതുക. ഒരു ദിവസം നിങ്ങൾ, ഇതിപ്പോ പ്രാർത്ഥനയുടെ കാര്യമാണ്, പ്രഭാതം മുതൽ പ്രദോഷം വരെ, കിടന്നുറങ്ങുന്നത് വരെ ഒത്തിരിയേറെ കാര്യങ്ങൾ കുടുംബത്തിലൂടെ പോകുന്നുണ്ടല്ലോ അല്ലേ? അതിനകത്ത് പല ആചാരങ്ങളുണ്ട്.
നിങ്ങൾക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഏറ്റവും ഞങ്ങളുടെ ഐഡൻറ്റിറ്റി, ഞങ്ങളുടെ തനിമ വ്യക്തമാക്കുന്ന ഒരു ആചാരമായിട്ട് തോന്നിയേക്കുന്നത് ഇതിനേക്കാൾ കുറച്ചും കൂടി ഉണ്ടാവും, അതെന്തായിരിക്കാം? അത് ആദ്യമേ ഞങ്ങളിപ്പോൾ ജോലിക്ക് പോകുമ്പോഴായാലും, ഞാൻ ജോലിക്ക് പോകുമ്പോഴായാലും, വൈഫ് ജോലിക്ക് പോകുമ്പോഴായാലും എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഒരു കിസ്സൊക്കെ കൊടുത്ത് അങ്ങനെയുണ്ട്. ഉണ്ട്. അത് അങ്ങനെ ശരി. പോകത്തുള്ളൂ. അതായത് വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച്, വീട്ടിലുള്ള എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുന്ന ഒരു ആചാരം നിങ്ങളുടെ വീട്ടിലുണ്ട്. അതിപ്പോൾ പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴായാലും നമുക്കും അത് കിസ് തന്നിട്ടാണ് അവർ പോകത്തുള്ളൂ. അത് ശരി. അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ജോലിക്കോ സ്കൂളിലോ പഠനത്തിനൊക്കെ പോകുമ്പോൾ അല്ലേ, മക്കൾ ഇപ്പൊ എത്ര പ്രായമുണ്ട്? മക്കൾക്ക് ഒരാൾക്ക് 10 വയസ്സ്. 10 വയസ്സുണ്ട്. അവരത് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, സന്തോഷമാണ് അവർക്ക്. ഓക്കെ, എന്താ പറയാൻ വന്നല്ലോ ഗ്രേഷ്മ? ഒരു ചെറിയ പ്രെയർ കഴിഞ്ഞിട്ടാണ്. പ്രയർ കഴിഞ്ഞിട്ട് പിന്നെ ഈ കുട്ടികൾ ഉണ്ടാവണൊക്കെ മുമ്പ് തൊട്ട് നമ്മൾ തുടങ്ങിയതാണ്. അതായത് ഫ്രം ദി ഡേ 1 മുതൽ അങ്ങനെയാണ്. അതായത് ഞങ്ങൾ പ്രാർത്ഥിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയെ കൊടുത്തിട്ട് എല്ലാവരും പോവുള്ളൂ. അതായത് വീട്ടില് നിങ്ങളുടെ വിവാഹത്തെ തുടർന്ന് ആദ്യ നാളുകളിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ശീലം ആരംഭിച്ച ഒരു ശീലമാണത്. അതെ അതെ. അതായത് എഴുന്നേൽക്കുമ്പോ എഴുന്നേൽക്കുമ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ പുറത്തേക്ക് പോകുമ്പോ. ഓക്കെ, ഇനിയിപ്പോൾ ആരെങ്കിലും ഒരാളാണ് പോകുന്നതെങ്കിലും എല്ലാവരും കൂടെ ആ യാത്ര അയച്ചിട്ടേ വിടുള്ളൂ. മീൻസ് എല്ലാവരും പുറത്തിറങ്ങി ഗേറ്റ് വരെ പോയി ആ ആള് പോകുന്നവരെ നമ്മൾ അവിടെ എല്ലാവരും അത് ശരി. ആരൊക്കെ എന്തൊക്കെ ചെയ്തോണ്ടിരുന്നാലും നിങ്ങളുടെ മക്കൾ ഒരു 20 വർഷം കഴിഞ്ഞ് കഴിയുമ്പോ ഓർത്തിരിക്കാൻ മാത്രം ശക്തമാണോ ഈ ആചാരം? അതാണ്. അതായത് നമ്മളൊരാളെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ഓർമ്മ, ഒരാളെ മാനിക്കുന്നു അർത്ഥമാണ്. അതായത് ഒരാൾ ഇറങ്ങി പോകുമ്പോ അതാ പൊക്കോട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല. ആ ആളെ വിടുന്ന ഒരു യാത്ര, ഷോർട്ടായിട്ടുള്ളൊരു ട്രിപ്പ്, ചിലപ്പോ സ്കൂളിൽ പോകുന്നതാവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ. ഒരാളാണെങ്കിലും ആ ആള് പോകുന്നത് ആരൊക്കെ എന്തൊക്കെ ചെയ്തോണ്ടിരുന്നാലും അതെല്ലാം വിട്ട് നമ്മള് അയാളെ സീ ഓഫ് ചെയ്തിട്ടേ. അങ്ങനെ ഒരു ആചാരം നമ്മുടെ വീട്ടിലുണ്ട്. ഓക്കെ, നമുക്ക് അതിന് കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാനുണ്ട്, നമുക്ക് പിന്നീട് വരാം. ഓക്കെ, കൊള്ളാം. അത് നല്ലൊരു ആചാരമാണ്. ഒരാൾ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ മറ്റുള്ളവരെ കൂടി വന്ന് യാത്രയപ്പ് നടത്തുന്ന ഒരു ആരെങ്കിലും ചെയ്യുന്ന ഒരു അനുഭവം. ഓക്കെ, ഗുഡ്. മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത് എന്തായിരിക്കും ജോജിഷ്, റീനു ദമ്പതികൾ? ഞങ്ങളും ഈ പറഞ്ഞതുപോലെ പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് യാത്രയ്ക്ക് പോകുമ്പോഴോ, സ്കൂളിൽ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും പോകുന്നതിന് മുമ്പായിട്ട് വണ്ടി വരും, വണ്ടി വരുന്ന അങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒരു ചെറിയ പ്രാർത്ഥനയല്ലേ അമ്മയ്ക്കും അപ്പനും അമ്മയ്ക്കും ഒക്കെ സ്തുതി തന്നിട്ടേ അവര് പോകുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടില് ഇപ്പൊ മറ്റവിടെ ഉണ്ടോ എനിക്ക് അറിയില്ല, എന്നാലും ചോദിച്ചപ്പോ അമ്മയുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഈ അമ്മയുമായുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ആചാരം ഉണ്ടോ? ഞങ്ങളുടെ വീട്ടില് ആര് പോയാലും, മക്കളാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരാണെങ്കിലും, ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അമ്മയോട് പറഞ്ഞ് അമ്മയ്ക്കൊരു സ്തുതി കൊടുത്ത് ഒരു പക്ഷേ ഒന്ന് തല കുനിച്ച് അമ്മ നമ്മുടെ നിറത്തിൽ എന്നാ മാനെ നീ പൊക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങുക. അതെല്ലേ? മരുമോൾ അങ്ങനെ തന്നെയാ? ശരിക്കും? അതെ അതെ, അതൊരു ഭാഗ്യമാണ് അമ്മ ഞങ്ങളുടെ കൂടെ ഉള്ളത്. അതുപോലെ ശരിക്കും അത് ഉറപ്പാണോ? അതെ 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 അതെ. മാത്രമല്ല അമ്മ എവിടെ പോയാലും അമ്മ പറയും, അമ്മയ്ക്ക് അപ്ഡേഷൻസ് കൊടുത്തോണ്ടിരിക്കും. ട്രിപ്പിന് പോയാലോ അല്ലെങ്കിൽ ഇപ്പൊ സ്കൂളിലാണെങ്കിലും മുടങ്ങാതെ എല്ലാ ഉച്ചയ്ക്കും ഞാൻ വിളിക്കും അമ്മയെ വിളിക്കും. അതൊരാചാരമാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അമ്മച്ചിയുടെ ഒരു അനുഗ്രഹം വാങ്ങിക്കുക അല്ലേ? അതെ. അമ്മ എപ്പോഴും എത്ര തിരക്കാണെങ്കിലും അമ്മയ്ക്ക് എത്ര വയ്യെങ്കിലും അമ്മ വരാന്ത വരെ വന്ന് എല്ലാരും സി ഓഫ് ചെയ്തിട്ടേ വിടുള്ളൂ. മക്കളാണെങ്കിലും ആണെങ്കിലും. അതെ, പോകുമ്പോ മാത്രല്ല കേട്ടോ, വരുമ്പം ഞങ്ങൾ കാറിലാണ് പോകുന്നത്. കാറിന്റെ സ്വരം കേൾക്കുമ്പം അമ്മ വരാന്ത മുതലേ ഞങ്ങളെ പിക്ക് ചെയ്യാനുണ്ടാവും. അമ്മ മാത്രല്ല, വീട്ടിൽ ആരൊക്കെ ഉണ്ടോ. അപ്പൊ നിങ്ങളുടെ മക്കൾക്കൊക്കെ ഓർത്തിരിക്കാൻ മാത്രം ഇത് അത്ര ശക്തമാണോ വീട്ടില്? അതെ. അതല്ലേ? അവർക്ക് കുറച്ച് വർഷം കഴിഞ്ഞാലും ഞങ്ങളുടെ അമ്മ ഇങ്ങനെ ചെയ്തിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട്, അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു അത്രമാത്രം ശക്തമാണല്ലേ? ശക്തമാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് പിള്ളേര് വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്ന് ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അമ്മയ്ക്കാണ് എല്ലാവർക്കും അങ്ങനെ ഒരു വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതായത് എല്ലാ ദിവസം കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് പരസ്പരം ഒരു ഉമ്മ കൊടുത്തിട്ട് അല്ലേ? ഓക്കെ, ഗുഡ് ഗുഡ്. അപ്പൊ നല്ലൊരു ഒരു ആചാരം വീട്ടിലുണ്ട്. ഓക്കെ, യെസ്. പിന്നെ നിങ്ങളുടെ വീടുകളിലൊക്കെ എങ്ങനെയാണ്? ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേര് മാത്രമാണ് ഉള്ളത്. എന്നിരുന്നാലും രാവിലെ ഉണരുമ്പോൾ നിർബന്ധമായിട്ടും, അല്ലെങ്കിൽ അതങ്ങനെ ഞാനും ചെറുപ്പത്തിൽ ശീലിച്ചിട്ടുണ്ട്, അതുപോലെ മക്കളെയും ശീലിപ്പിച്ചിട്ടുണ്ട്. ആ പായെന്ന് എണീക്കുന്നതിന് മുമ്പേ ഒന്ന് നെറ്റത്ത് കുരിശ് വരയ്ക്കണം എന്നുള്ള ഒരു നിർബന്ധം ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്യുന്ന, മക്കളിപ്പോൾ സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകാൻ നോക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ബാക്കി 3 പേരുണ്ട്, ഞാനാണ് പുറത്തേക്ക് പോകാൻ, ഞങ്ങൾ 4 ആളും കൂടി ഞങ്ങളുടെ രൂപത്ത് കൂടിൻ്റെ അവിടെ വന്ന് ഒരു കുടുംബ പ്രതിഷ്ഠ ചെല്ലി. കുടുംബ പ്രതിഷ്ഠ ചെല്ലും എല്ലാ ദിവസവും ചെല്ലും. പുറത്തേക്ക് ആര് പോകുന്നതിന് മുമ്പ് കുട്ടികൾ പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു, അല്ല ബിസിനസിന് പോകുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി നിന്നിട്ട്
ഇപ്പോൾ ആ കുടുംബ പ്രതിഷ്ഠ ഇനിയിപ്പോൾ മക്കൾ ധൃതി പിടിച്ച് പോവുകയാണെങ്കിൽ അവരെ കുരിശ് വരച്ച് വിട്ടാലും നിങ്ങൾ ആ ഒരു കുടുംബ പ്രതിഷ്ഠ പ്രാർത്ഥന രാവിലെ ചൊല്ലും. പരമാവധി എല്ലാവരും ഒരുമിച്ച് നിന്ന് കുടുംബ പ്രതിഷ്ഠ ചെല്ലും. അത് കഴിഞ്ഞ് മക്കളുടെ നെറ്റത്തായാലും ഞാൻ അന്നം വെള്ളം കൊണ്ട് കുരിശ് വരയ്ക്കുകയും ഭാര്യയും ഞാൻ തന്നെ വരച്ച് ഞങ്ങൾ അത് അവസാനിപ്പിക്കാറ്. ശരി ശരി. ഇത് തന്നെയാണ് കൊന്ത കഴിഞ്ഞ് കഴിയുമ്പോൾ ഒട്ടുമിക്കാറും ദിവസങ്ങളിലും അവിടെയും കുടുംബപ്രതിഷ്ഠ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങളെല്ലാവരും പരസ്പരം ഞാൻ തന്നെ മുൻകൈ എടുത്ത് അന്നാവെള്ളം നെറ്റയിൽ വരച്ചു കൊടുത്തു. അതെ, അത് ആരാ, റോബിനാണോ വരയ്ക്കണേ അത് ഷെറിനാണോ? ഞാനുള്ളത് സമയത്താണെങ്കിൽ ഞാൻ തന്നെ വരയ്ക്കും, അല്ലെങ്കിൽ ഷെറി വരയ്ക്കും? ഷെറി വരയ്ക്കും. അത് കഴിഞ്ഞാൽ പരസ്പരം അപ്പൊ റോബിന്റെ നെറ്റിയിൽ ആര് വരയ്ക്കും? ഞാൻ വരയ്ക്കും, അല്ലെങ്കിൽ പുള്ളിക്കാരി വരയ്ക്കും. മാറി അത് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും കൂടി രണ്ട് മക്കളുടെ തലയിൽ കൈവച്ച് ഏതെങ്കിലും ഒരു വചനം ചൊല്ലി ഉത്തിതന ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എന്ന് പരസ്പരം. അത് കഴിഞ്ഞ് ഞങ്ങൾ പരസ്പരം എല്ലാ ദിവസവും ഓ ശരി പരസ്പരം രണ്ടാളും തലയിൽ കൈവച്ച് അതുപോലെ ഒന്ന് പ്രാർത്ഥിക്കുക. അത് കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം. അത് കഴിയുമ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ നാലാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കെട്ടിപ്പിടിക്കും. നല്ലൊരു അനുഭവമാണല്ലേ? നല്ലൊരു അനുഭവം. അതെ, ഷെറിൻ അത് എൻജോയ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. അതുപോലെ ഷെറിന്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നോ? ഇല്ല, ഇവിടെ വന്നപ്പോ കണ്ടതാണല്ലേ? ഇത് റോബിന്റെ കൊണ്ടുവന്നതാണ്. റോബിന്റെ ഇനിഷ്യേറ്റീവ് ആണ് അല്ലേ? വെരി ഹാപ്പി. എഴുന്നേറ്റ് കഴിയുമ്പോ ഞങ്ങള് പറയും അടുക്കള കയറണയ്ക്ക് മുമ്പ് നീ കുറച്ച് ബൈബിള് വായിച്ചിട്ട് നീ വാതിൽ തുറക്കാവൂന്ന് പറയും. അതായത് ബൈബിള് വായിച്ചിട്ട് അടുക്കളയുടെ വാതിൽ തുറക്കാവൂ, അതാണ്. അതായത് ആദ്യം നമ്മള് നമ്മുടെ തമ്പുരാനോട് സംസാരിക്കുക, അല്ലെങ്കിൽ തമ്പുരാൻ എന്താണ് നമ്മളോട് സംസാരിക്കണത്. ഇപ്പൊ ആ ഒറ്റ ഒരു സ്ട്രെച്ചിൽ നമുക്ക് മനസ്സിലായില്ലെങ്കിലും അത് നമ്മളെ നയിക്കും എന്നുള്ള ഉറപ്പുള്ള ഒരു വിശ്വാസവും. അപ്പൊ ആദ്യം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബൈബിൾ വായിക്കണം. അത് മക്കൾക്കായാലും ഇനിയിപ്പോ വേണമെങ്കിൽ ഒന്ന് മുഖം കഴുകണമെങ്കിൽ മാത്രം ഒന്ന് മുഖം കഴുകാം, അല്ലെങ്കിൽ ബൈബിൾ വായിക്കണം. അതായത് ആദ്യം കർത്താവിന്റെ സ്വരം കേൾക്കുക, അതാണ് ചിന്ത. അതുകൊണ്ട് അങ്ങനെ ഒരു ഹാബിറ്റ്, ശീലം അല്ലെ, ഒരു റിച്വല് നമ്മൾ വളർത്തിയെടുത്തിരിക്കുകയാണ് നമ്മുടെ കുടുംബത്തിൽ അല്ലേ? അത് കാരണം മക്കൾക്കും ഇപ്പൊ അവര് പെട്ടെന്ന് ഒന്ന് കടന്നു വന്ന ബൈബിള് വായിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞ ഓടിപ്പോയി ഇരുന്ന് വായിക്കും. ഡെയിലി അവരത് ബൈബിൾ റീഡിങ് അവർക്ക് ഉണ്ട്. ആദ്യം ദൈവത്തിന്റെ സ്വരം കേൾക്കണം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് വലിയൊരു നല്ലൊരു കാര്യമുണ്ട് അല്ലേ? ഓക്കെ, കൊള്ളാം, വെരി ഗുഡ്, കൊള്ളാം. ഞാൻ വരാൻ കേട്ടോ, ഇതിനകത്തേക്ക് വരാം. യെസ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഷാലറ്റിന് എന്തോ പറയാനായിട്ട് വെമ്പൽ കൊള്ളുന്നുണ്ടല്ലോ. ഞങ്ങള് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം, എല്ലാ ദിവസവും പിള്ളേർ എണീറ്റ് വരുമല്ലോ. അതായത് ആ സമയത്ത് ഞങ്ങളിൽ ഏതെങ്കിലും ഒരാള് അവരുടെ അടുത്തുണ്ടാവും. അവർ എണീറ്റ് അപ്പോഴില്ലെങ്കിൽ അവർ വിളിച്ചാല് എന്നിട്ട് കുറെ നേരം അവരുടെ ബോഡിയിൽ ടച്ച് ചെയ്ത് അവരോട് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും പറയും. അതായത് ഇനി ചെറിയ മക്കളാണല്ലോ, ഇപ്പൊ ചെറിയ പിള്ളേരാണല്ലോ, അപ്പൊ അവരുടെ മേത്ത് ചെസ്റ്റിലോ വയറിലോ ഒക്കെ ടച്ച് ചെയ്ത് തന്നെ എന്തെങ്കിലും പറയും. മുകളിലൂടെ അല്ല, നമ്മൾ നേരിട്ട് ടച്ച് ചെയ്ത് അതായത് ശരീരത്തെ സ്പർശിക്കും. അതിന് ഭയങ്കര ഒരു പവർ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അത് നമ്മൾ എന്തെങ്കിലും പോസിറ്റീവായ കാര്യങ്ങള് അവർ കൂടുതലും ഞാൻ എന്നെയാണ് അമ്മമാരെ ആയിരിക്കുമല്ലോ ഈ പ്രായത്തിൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഞാനാണ് കൂടുതൽ ചെയ്യാറ്. അങ്ങനെ പറയുന്ന ഒരു ഉദാഹരണം പറയാം, എന്തായിരിക്കും? ഇതുപോലെയൊക്കെ നല്ല കുട്ടനാണെന്നോ അല്ലെങ്കിൽ പോസിറ്റീവായ ഒരു സ്ട്രോക്ക് രാവിലെ മിക്കവാറും അത് ഇന്റൻഷനലി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ പ്രയറിന്റെ ഒരു കാര്യത്തില് നമ്മുടെ വീട്ടിൽ കുരിശ് വരയ്ക്കുമ്പോൾ എന്റെ വീട്ടിൽ റാൻഡംലി ആരെങ്കിലും ചൊല്ലുക എന്നുള്ളതാണ്. പക്ഷേ ബിനിഷന്റെ വീട്ടിൽ വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, അവിടെ പപ്പയാണ് ആദ്യം ചൊല്ലുക, ആ ഒരു ഡിസെൻഡിങ് ഓർഡറിലാണ്. പക്ഷെ അതൊരു നല്ല സിസ്റ്റം ആണെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ അത് സ്തുതി കൊടുക്കുന്നതും അതേ രീതിയിൽ തന്നെയാണ്. അപ്പൊ അത് നമ്മളും അതാണ് ഫോളോ ചെയ്യുന്നത്. എന്റെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല, ഓടിപ്പോയി ആദ്യം സ്പീഡുള്ള ആൾ പോയിട്ട് ഉപ്പ് കൊടുക്കുക. പക്ഷെ അത് അവർക്ക് കുറച്ചും കൂടെ രജിസ്റ്റർ ആകുന്ന ഒരു ഓർമ്മയായിരിക്കും ഓർഡറിൽ ചെയ്യുന്നത്. അതൊക്കെ ഞങ്ങള് ചെയ്യാൻ ശ്രമിക്കും. രാവിലെ എഴുന്നേറ്റ് കുട്ടികളുടെ ശരീരത്തെ സ്പർശിച്ച് അമ്മ അല്ലെങ്കിൽ അപ്പൻ ഇങ്ങനെ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുന്നത് അല്ലേ? എന്ത് വിനീഷ് എന്ത് തോന്നുന്നു? അത് എങ്ങനെയുണ്ട്? ആ ഇനിഷ്യേറ്റീവ് എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും അത് പിള്ളേര് രാവിലെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യോ അവര്? അല്ല, ആ ഒരു സമയത്ത് കുഞ്ഞുങ്ങള് ലൈക്ക് അവര് ഉണർന്നു വരുന്നൊരു സമയമാണ്. അപ്പൊ ആ സമയത്ത് പിള്ളേര് ഉറക്കച്ചടവും അങ്ങനെയുള്ള ഒരു മൂഡിലായിരിക്കും. അപ്പൊ നമ്മള് അവിടെ ചെന്നിട്ട് വേഗം എഴുന്നേറ്റ് നഴ്സറി പോകണ്ടേ, കാര്യങ്ങൾ ചെയ്യണ്ടേ, ഈ രീതിയിൽ എത്ര നേരം കിടക്കുന്ന ഈ രീതിയിലുള്ള ഒരു സീരിയസ് ടോൺ കൊടുക്കാതെ നമ്മൾ ഡയറക്റ്റ് പോയി അവർ കൂടെ കിടക്കുന്നു. കൂടെ പോയി കിടക്കും ഞാനാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്കും, ഒരു ഉമ്മയൊക്കെ ഒന്ന് കൊടുക്കും. ആൻഡ് ദെൻ ദേ വിൽ ഫീൽ അസ്, ഞങ്ങളെ അവർക്കൊന്ന് അനുഭവിക്കാൻ പറ്റും. അതിനുശേഷം എഴുന്നേക്കണ്ടേ പോ നേരമായല്ലോ എന്ന് അവരോട് വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും. എഴുന്നേറ്റയാളെ എഴുന്നേക്കാതെ ഉറങ്ങിക്കിടക്കുന്ന ആളാണ് എങ്കിൽ ഇതേപോലെ തന്നെ ചെയ്ത് ചെറുതായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ടച്ച് ചെയ്ത് വിളിച്ച് അവരോട് ഈ രീതി വെച്ചിട്ട്
സാവധാനം വരെ ഒരു പ്രാഥമിക കർമ്മങ്ങളിലേക്ക് നമ്മൾ ലീഡ് ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു പ്ലസന്റായ ഒരു പ്രഭാതം നമ്മൾ കൊടുക്കാണ് അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യം, ഈ ആചാരം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഒരു വേറൊരു സൈക്കോളജിക്കൽ ലെവലിലാണ് ഇപ്പോൾ ഉള്ളത് പറഞ്ഞത്. നമ്മൾ പിള്ളേരുടെ കൂടെ ഡാൻസ് കളിക്കും, പാട്ട്. വീട്ടിലൊരു അലക്സ എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്, എല്ലാവർക്കും അറിയാം, ആമസോണിന്റെ ഒരു ഡിവൈസാണ്. ഞങ്ങളുടെ വീട്ടിൽ TV ഇല്ല എങ്കിലും TV ഞങ്ങൾ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല മക്കൾക്ക്. ഈ അലക്സ ഓൺലി മ്യൂസിക്. അപ്പോൾ നമ്മൾ പിള്ളേർക്ക് എന്ത് വേണമെങ്കിലും അലക്സയോട് ചോദിക്കാം, അലക്സ അത് പാടിക്കൊടുക്കാം. ഐ മീൻ എല്ലാ മ്യൂസിക്കും അത് അവൈലബിൾ ആണ്, സ്പിരിച്വൽ ആണെങ്കിലും ജനറൽ മ്യൂസിക് ആണെങ്കിലും. അപ്പോൾ ആ നല്ല താളത്തിലുള്ള മ്യൂസിക്, അവർക്ക് ഇഷ്ടമുള്ള മ്യൂസിക് കേൾക്കുമ്പോൾ അവർ ഡാൻസ് ചെയ്യും, കൂടെ ഞാൻ ഡാൻസ് ചെയ്യും. ഷായ്ക്ക് അത്രമാത്രം അങ്ങനെ ഒരു ഷായ്ക്ക് ഡാൻസ് അത്രയും അങ്ങോട്ട് വഴങ്ങില്ല എങ്കിലും ആളെയും കൊണ്ടുവരും. അതൊരു ഭയങ്കര ഒരു വൈബാണ് ഫാമിലിയിൽ. കാരണം എല്ലാവരും ഒന്നാണ് എന്നുള്ള കാര്യം. ചില സമയത്ത് ഞാൻ മുട്ടുകുത്തി നിൽക്കും, പിള്ളേരെ ഡാൻസ് ചെയ്യുമ്പം ഒന്ന് മുട്ടുകുത്തി നിൽക്കും, സോ ദാറ്റ് ദേ ക്യാൻ സീ മീ. ആ ഒരു അവർക്ക് തന്നെ കാണാം. സോ അവരെന്നെ ഓടി വന്ന് ഹഗ് ചെയ്യും. പിന്നെ പിള്ളേർക്ക് വളരെ നിർബന്ധമാണ്, അവര് പാട്ട് വെച്ച് ഡാൻസ് ചെയ്യുമ്പം ഞാൻ അല്ലെങ്കിൽ ഷാ അവിടെ ഇരുന്ന് അവരെ വാച്ച് ചെയ്യണം. കൂടെ ഡാൻസ് ചെയ്യണമെന്ന് പോലും വലിയ നിർബന്ധമൊന്നുമില്ല, അവരെ ശ്രദ്ധിക്കണം. നമ്മൾ അവിടെ ഇരുന്ന് അവരെ വാച്ച് ചെയ്യണം. 3 പേര് ഒരുമിച്ച് ഡാൻസ് ചെയ്യുമ്പം, മൂത്തവൻ നല്ല ഡാൻസറാണ്, എല്ലാവരും തന്നെ ഇപ്പം നന്നായി ഡാൻസ് ചെയ്തും തുടങ്ങി. 3 പേര് ഒരുമിച്ച് ഡാൻസ് ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് നോട്ട് ചെയ്ത കാര്യം, ഓരോരുത്തരും അവരെയാണോ അപ്പൻ നോക്കുന്നത് എന്ന് ശ്രദ്ധിക്കും. എന്നെ നോക്ക് എന്ന് അവർ പറയുകയും, സോ ദാറ്റ്സ് ഒരു ഭയങ്കര മോട്ടിവേഷണൽ ഒരു കുടുംബത്തെ വളരെ ഇന്റേണലി ഒരുമിച്ച് നിർത്തുന്ന ഒരു റിച്വൽ ആണിത് അല്ലെ? വീട്ടില് പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യുക, വെറൈറ്റി റിച്വൽ ആണ് അല്ലേ? യെസ്. ഓക്കെ. അപ്പൊ നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ഷെയർ ചെയ്തത്. എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, നിങ്ങളുടെ മക്കള് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ, നിങ്ങളൊരു കുടുംബത്തിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അതിനെ മാർക്ക് ചെയ്യുന്ന അല്ലേ? ഇപ്പോൾ ബിനീഷ് ഷാലറ്റ് ആ കൂട്ടുകെട്ട് അല്ലെങ്കിൽ ആ കുടുംബം, ആ കുടുംബത്തിൻ്റെ ഒരു മാർക്കായിട്ട് നമുക്കങ്ങനെ അതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ? അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ക്രിയേഷൻ സാധിക്കുമോ? കാരണം ഈ റിച്വൽസിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അപ്പനും അമ്മയും എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പാട്ട് വെച്ച് ഡാൻസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് അവർ യുണീക്ക് ക്യാരക്ടർ അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള പല വ്യത്യസ്ത തരത്തിലുള്ള ആചാരങ്ങളുണ്ട്. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഫോർമേഷന് ഇത് വളരെ ഗുണകരമല്ലേ? തീർച്ചയായിട്ടും അത് അങ്ങനെയായി മാറും. അതായത് മക്കൾ വളർന്നു വരുമ്പോൾ, അടുത്ത തലമുറ വളർന്നു വരുമ്പോൾ, ദേ ഷുഡ് ബി ഫീലിംഗ് പ്രൗഡ് അല്ലേ? നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് അഭിമാനം തോന്നണ്ടേ? അഭിമാനം തോന്നുന്ന ചില റിച്വൽസ്, അവരുടെ ഐഡൻറ്റിറ്റി, അവരുടെ സ്വഭാവം നിർണ്ണയിക്കുന്ന ചില കാര്യങ്ങൾ അല്ലേ? അതിന് ഈ റിച്വൽ വളരെ നല്ലതല്ലേ? തീർച്ചയായിട്ടും. ഐഡൻറ്റിറ്റി, ഒരു കുടുംബത്തോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും അതുപോലെ തന്നെ ചില ഒരു മൂല്യങ്ങളും അത് കൺവേ ചെയ്യും. ഓക്കെ. അതായത് നമ്മൾ ഇതിലൂടെ ഇന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ എല്ലാവരും ഇതിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് കുടുംബത്തിൽ ചില വാല്യൂ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണം. അപ്പം ആ റിച്വലിലൂടെ ആക്ച്വലി നമ്മൾ കൺവേ ചെയ്യുന്നത് അങ്ങനെയുള്ള ചില മൂല്യങ്ങളാണ് നമ്മളുടെ. ഇപ്പൊ ഇവിടെ പറഞ്ഞ അമ്മ എന്ന് പറയുന്ന ആള്, പ്രായമായ ആള്, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുക, അമ്മ നമ്മുടെ ശിരസിൽ കരം വെച്ച് അനുഗ്രഹിക്കുക, അങ്ങനെ ഒരു ഹാബിറ്റ്, ഒരു റിച്വല് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിലൂടെ നമ്മൾ മുതിർന്നവരോട് എങ്ങനെ നമ്മൾ പെരുമാറണം, ബഹുമാനിക്കണം, അവര് നമ്മുടെ കുടുംബത്തിന് ഒരു അനുഗ്രഹമാണ് അല്ലേ? ആ ഒരു ബോധ്യമാണ് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഉപദേശിച്ചു കൊടുക്കുന്നില്ല, നമ്മൾ ഉപദേശിച്ചു കൊടുക്കുമല്ല അല്ലെ? മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നില്ല, മക്കൾ അമ്മ അനുഗ്രഹമാണ്, പക്ഷെ ബൈ ആക്ഷൻ അതവിടെ വരികയാണ് അല്ലേ? അപ്പൊ റിച്വലിന്റെ ഒരു ഫാക്ട് എന്ന് പറയുന്നത് നമ്മളെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ഘടകം എന്നുള്ളതും അതുപോലെ തന്നെ അതിലൂടെ കൺവേ ചെയ്യപ്പെടുന്ന ചില വാല്യൂസും ആണ്. മൂല്യങ്ങൾ കൈമാറുന്നുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു തനിമ, നമ്മുടേതെന്ന ഒരു ഫീല് ശരിയല്ലേ, അങ്ങനെ നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും ഗുണമുള്ള ഈ ഫാമിലി റിച്വല് ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുന്ന നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വീടുകളിലുള്ള ചില റിച്വൽസൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടാകും അല്ലേ? ഇത് നിങ്ങൾക്ക് ഏറ്റവും സുന്ദരമാക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഐഡിയാസ് ഷെയർ ചെയ്യാനുണ്ടോ?
അതായത് നമ്മുടെ വീട്ടിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പല സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. അതിലൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിച്വൽ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ, ബട്ട് സംതിങ് എക്സ്ട്രാ നമുക്ക് ബോധപൂർവ്വം തന്നെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഫാമിലി റിച്വൽ, അനുഷ്ഠാനം, ആചാരം നിങ്ങൾക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ടോ? ആക്ച്വലി ഞാനിങ്ങനെ അച്ഛൻ ചോദിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയൊരു കാര്യം, മക്കൾക്ക് സാർ നേരത്തെ പറഞ്ഞു വാല്യൂസ് ആണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. കറക്റ്റ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുന്ന റെഗുലറായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ അവർക്ക് ഒരുപാട് വാല്യൂസ് നമ്മൾ പകർന്നു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ മക്കളെ ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിക്കൂടാ? താമസിക്കുന്ന സ്ഥലത്ത് അല്ലേ? അതെ, അവിടെ കൊണ്ടുപോയി ഞങ്ങളുടെ രണ്ടുപേരുടെയും, ഭർത്താവിൻ്റെയും ഭാര്യയുടെയും, അല്ലെങ്കിൽ അവരുടെ പപ്പയുടെയും മമ്മിയുടെയും ആറ്റിറ്റ്യൂഡ് അവരോടുള്ള, അവരെ വെറുതെ കൊണ്ടുപോയാൽ പോരാ, ഞങ്ങൾ രണ്ടുപേരും ആ വൃദ്ധസദനത്തിലുള്ള അന്തേവാസികളുടെ അടുത്ത് ഉള്ള പെരുമാറ്റവും അവർ ഇടപഴകുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും അവർ ചെയ്യുന്ന ആ പ്രവൃത്തി ഞങ്ങൾ ഒരുപാട് നാളുകളായി ചിന്തിക്കുന്ന കാര്യമാണ്, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് നമ്മൾ വൃദ്ധഭവനത്തിൽ പോയി ഒരു ദിവസം ചിലപ്പോൾ അവരെ കെയർ ചെയ്യുക അല്ലേ, നമ്മളാൽ കഴിയുന്ന വിധത്തിൽ സമയം എഫർട്ട് ഇടുക, അപ്പോൾ അത് മക്കളെയും കൂടി കൂട്ടുക, അങ്ങനെ ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ്, അത് വളരെ നല്ലൊരു റിച്വലാണ്. അത്തരത്തിലുള്ള നല്ല വാല്യൂ സ്വന്തമാക്കാനായിട്ട് വളരെ നല്ലൊരു കാര്യമാണ്. അതിനോട് ചേർന്ന് ഇപ്പം നമ്മൾക്ക് മിക്കവാറും വീടുകളിൽ ബർത്ത്ഡേസ്, അതെ, ആനിവേഴ്സറി സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യാറുള്ള ഒരു എല്ലായ്പ്പോഴും അല്ല എങ്കിലും എല്ലാ ദിവസവും ഇങ്ങനത്തെയുള്ള എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരു കുർബാന ചെല്ലാനായിട്ട് നമുക്ക് നേരത്തെ അച്ഛനോട് പറയാമല്ലോ, ആ ദിവസം അവന് വേണ്ടി കുർബാന ചെല്ലണം. ആ ദിവസം എല്ലാവരും കൂടെ രാവിലെ പള്ളിയിൽ പോകും, വിശുദ്ധ കുർബാനയിൽ നിന്നു. അപ്പൊ അത് അവന്റെ സ്പെഷ്യൽ ഡേ ആണ്, അവളുടെ സ്പെഷ്യൽ ഡേ ആണ്. അതിന്റെ ഏറ്റവും മനോഹരമായ ഒക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവരും കൂടെ വന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ നമ്മളൊരു കേക്ക് കട്ട് ചെയ്യുന്നു. അത് കൂടാതെ നമ്മൾ ഞങ്ങളുടെ അടുത്തൊരു ചെറിയ ചിൽഡ്രൻസ് ഹോം ഉണ്ട് സിസ്റ്റർമാരുടെ. അപ്പൊ അവിടത്തെ ഒരു ദിവസത്തെ ലഞ്ചോ അവരോടൊപ്പം ഒന്ന് സ്പോൺസർ ചെയ്യുക. അപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്താൽ അടുത്ത പ്രാവശ്യം അവര് നമ്മളെ ഓർമ്മിപ്പിക്കും സമയമാകുമ്പോ. അതൊരു ഒരു നമ്മുടെ സന്തോഷം പങ്കിടുക. ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ അനുദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അനുദിനം കുടുംബത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങളെ ഒരു റിച്വലാക്കി മാറ്റാൻ പറ്റും, പോസിറ്റീവായ റിച്വലാക്കി മാറ്റാൻ പറ്റും. അതിന് 1-2 ഉദാഹരണം നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യാവോ? നിങ്ങളുടെ വീട്ടിൽ അനുദിനം ചെയ്യുന്ന ചില കാര്യങ്ങൾ റിച്വലാക്കി നല്ല പോസിറ്റീവ് മീനിങ് ഉള്ളവരാക്കി മാറ്റാനായിട്ട് സാധിക്കും. എന്തെങ്കിലും അങ്ങനെ? ഈ പറഞ്ഞതുപോലെ സ്തുതി കൊടുക്കുന്നതുണ്ട്. അതുപോലെ തന്നെ മക്കളോടൊപ്പം അവർക്ക് ഏറ്റവും താല്പര്യം പേരൻസ് അവരുടെ കൂടി ഇരിക്കുക എന്നുള്ളതാണ്. ഒരുമിച്ചിരുന്ന് കുറച്ച് സമയം കളിക്കുക. അപ്പം കളിക്കാനായിട്ട് ഇപ്പോൾ ഒരു പക്ഷേ സ്നേക്ക് ആൻഡ് ലാഡറോ ലുഡോയോ അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും ഒരുമിച്ച് ഷട്ടിൽ കളിക്കും. അത് അവർക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള എനർജി അവരോടൊപ്പം കളിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം. ഇപ്പം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കുടുംബത്തിൽ ഇപ്പം അനുദിനം നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ, ഭക്ഷണം കഴിക്കുന്നു, പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതിൽ തന്നെ നമുക്ക് ഒരു എക്സ്ട്രാ മൈൻഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ആചാരങ്ങൾ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും ഐഡിയ ലിജോ ഒന്ന് ആലോചിച്ച് ഗ്രേഷ്മ? ഇപ്പൊ നമ്മള് കുട്ടികള് സ്കൂളിൽ വിട്ട് വരുമ്പോ കുറെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയല്ലോ. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒരു ഫാമിലി ടൈമില് നമ്മൾ അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ അവനതൊരു മോട്ടിവേറ്റിംഗ് ആയിരിക്കും. ഞാൻ ചെയ്തത് ശരിയാണ്. അപ്പൊ അത് മറ്റുള്ളവർക്കും അതൊരു എൻകറേജ്മെന്റ് ആയിട്ട് മാറും. കറക്റ്റ്. ഓക്കെ, അങ്ങനെ നമുക്ക് ചില നന്മകളൊക്കെ ഷെയർ ചെയ്യാം. കൊള്ളാം. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ ഗ്രേഷ്മ, വെഡിങ് ഡേക്ക് എന്തെങ്കിലും ഒരു ആചാരം ഉണ്ടോ? ഞങ്ങള് പള്ളിയിൽ പോവും, തിരിച്ചു വന്നിട്ട് കേക്ക് കട്ട് ചെയ്യും. പിന്നെ കേക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിള്ളേരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ. പിന്നെ ഞങ്ങള് ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നു. പിന്നെ അന്നത്തെ ഫുഡ് ഞങ്ങൾ പുറത്തു പോയി ഒരുമിച്ച് പോയി ഫുഡ് കഴിക്കുന്നു. വേറെ എന്തെങ്കിലും വെഡിങ് ഡേ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ ആചാരം? വെഡിങ് ഡേ എന്ന പോലെ തന്നെ ഞങ്ങളുടെ വെഡിങ് ഡേ ആയാലും മക്കളുടെ ബർത്ത്ഡേ ആയാലും ഞങ്ങളുടെ ബർത്ത്ഡേ ആയാലും അത് എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ അമ്മ പഠിപ്പിച്ച ഒരു സംഭവമാണ്. കാരണം ആ ഒരു ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് പോകണം എന്നുള്ളൊരു ചെറുപ്പത്തിലെ അന്ന് പഠിപ്പിച്ചിരുന്നപ്പോൾ എനിക്കത് തോന്നിയിരുന്നില്ലെങ്കിലും പക്ഷെ ഇപ്പൊ എനിക്ക് അതിന്റെ വാല്യൂ മനസ്സിലായി. കാരണം എൻ്റെ മക്കളിലേക്ക് ആ ചിന്ത വന്നു. കാരണം അവർക്ക് നാളെ ബർത്ത്ഡേ ആണ്, കുർബാനയ്ക്ക് പോകണം എന്നുള്ളത് കൊണ്ട് അവർ വേഗം നേരത്തെ തന്നെ കിടന്നുറങ്ങാനുള്ള ഒരു ശ്രമം നടത്തണം.
ഒരിക്കലും പോലും തടസ്സം അവർ അങ്ങനത്തെ ദിവസങ്ങൾ ഉന്നയിക്കണം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വെഡിങ് ഡേ, ബർത്ത്ഡേ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശേഷങ്ങളൊക്കെ വരാറുണ്ടല്ലോ. ചില വീടുകളിൽ ഇത് വളരെ മനോഹരമായിട്ട് ഒരു റിച്വലായിട്ട് ആഘോഷം കണ്ടിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നതോ അതോ അല്ലെങ്കിൽ വേറെ ആഘോഷം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ച് ഒരു റിച്വൽ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ മൂത്ത മകൻ്റെ ബർത്ത്ഡേ വരാമെന്ന് കരുതുക. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ ഒരു എക്സ്ട്രാ ചെയ്യാൻ കഴിയുന്ന ഒരു റിച്വൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിലെ ഇളയവൻ മൂത്തവനെ കുറിച്ച് ഒരു നല്ല കാര്യങ്ങൾ ഒരു 5 എണ്ണം പറയട്ടെ. അതൊരു നല്ലൊരു അച്ഛൻ പറഞ്ഞു. അപ്പൊ ഒന്ന് അനിയന് ചേട്ടനെ അപ്രീഷിയേറ്റ് ചെയ്ത് പഠിക്കാം, അല്ലെ? ചേട്ടന് കുറച്ച് പോസിറ്റീവ്സ് കേൾക്കാം, നമുക്കും ചിലത് കേൾക്കാം. നല്ലതല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ യൂസിങ് ഓർഡിനറി മൊമെന്റ്സ് വി മേക്ക് സംതിങ് എക്സ്ട്രാ ഓർഡിനറി, അല്ലേ? ശരിയല്ലേ? ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം വിളമ്പും, എല്ലാ ദിവസവും വിളമ്പും, അല്ലേ? ആദ്യം ഭക്ഷണം വിളമ്പുന്നത് ആർക്കാ വീട്ടില്? ജോയ് ചായനാണ് ആദ്യം. അതൊരു ആചാരമാണല്ലേ? അല്ലെ? സംതിങ് അല്ലേ? നമ്മൾ ഭക്ഷണം വിളമ്പുന്ന രീതിയുണ്ട്, അതിനകത്തൊരു ആചാരമാണ് ആദ്യം ആ ഭർത്താവിന് ഭക്ഷണം വിളമ്പുക. അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മയ്ക്കായിരിക്കും ഭക്ഷണം വിളമ്പുക. ആർക്കാണെങ്കിലും ശരി, ഞാൻ പറഞ്ഞു വരുന്നത് അതിനകത്ത് ഓർഡിനറി മൊമെന്റ്സ്, സാധാരണ കാര്യങ്ങൾ തന്നെ, പക്ഷേ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒരു ആചാരമായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടുവന്നാൽ നമ്മുടെ ബന്ധങ്ങൾ വളരും. ഇപ്പോൾ ചിലരുണ്ട് ഈ വീടുകളിൽ, ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ പേരൻസ് താമസിക്കുന്നത് അനിയൻ്റെ വീട്ടിലായിരിക്കാം, അല്ലേ? എല്ലാ വീക്കെൻഡിലും അവരെ പോയി സന്ദർശിച്ച് ചിലപ്പോൾ വീട്ടിലൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാചാരമാണത്. അത് മക്കൾക്കും അറിയാം, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ്. എല്ലാ വീക്കെൻഡിലും എൻ്റെ അമ്മ, ഞങ്ങളുടെ അപ്പൻ ഒരു ഭക്ഷണം ഉണ്ടാക്കി പേരൻസ് കൊടുക്കുന്ന. അത് എത്രയോ നല്ലൊരു കാര്യമാണ്, ശരിയല്ലേ? ബന്ധങ്ങൾ വളരാനായിട്ട് റിച്വൽസ് വളരെ നല്ലതാണെന്ന് പറയുന്നത്. ഓക്കെ, പ്രിയമുള്ളവരെ, ബന്ധങ്ങൾ വളരാനായിട്ട് കുടുംബങ്ങളിലെ ചില ആചാരങ്ങൾ വളരെ നല്ലതാണ്. നിങ്ങളുടെ ഒക്കെ കുടുംബങ്ങളിൽ ചില ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങൾ ബന്ധങ്ങൾ വളരുന്നതാണോ എന്ന് പരിശോധിച്ച് നോക്കുക. എന്നിട്ട് ചില നിസ്സാരമായ കാര്യങ്ങളെ നല്ല നല്ല ആചാരങ്ങളാക്കി മാറ്റാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഏതായാലും ഈ ഷോയിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകട്ടെ, നിങ്ങളുടെ കുടുംബങ്ങൾ ശക്തിപ്പെടട്ടെ.